ഭാവബന്ധു സത്യരൂപനാം ദേവാഗ്നിൻ മഹിമയാർന്ന കോവിലിൽ പാവനപ്രഭയകം വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ. അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപ്പതേ ഇരുൾ തുറന്നു മെല്ലരെ ശില്പരമ്യ പദപീഠഭൂമിയിൽ ഉൽപ്പതിച്ചു തിരുമയിലെത്തണി. സ്ഥിമയാർന്ന മണിഭൂഷണത്തിലും സുമനോജമരമാല തന്നിലും ഹേമവിഗ്രഹമരീച്ച് തേടുമീ കോമളപ്രഭ വിളങ്ങണേ വിഭോ. മാറ്റി നിൻമുഖര സമ്മറച്ചതിൽ പോറ്റി പുൽകരുത് ധൂമരേഖകൾ മാറ്റി അന്നമണിവാതിലൂടലും കാറ്റിലാടരുതതിച്ച് കാഞ്ചലം തീർത്തിതിന്നൊളി തൊളിയും തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടായെങ്കിലും എരിഞ്ഞു നിർത്തതീശമിടി അഞ്ചിടുന്നതിൻ മൂർത്തി മുൻപു നിടനീങ്ങി നിൽക്കണേ. വളരെ പ്രസക്തമായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രൊഫസർ ഹർഷകുമാർ ഇവിടെ സാന്നിധ്യം കൊണ്ടും ഇതിൻ്റെ സംഘാടക നേതൃത്വത്തിൻ്റെ ഭാഗമായി നമ്മളെ അനുഗ്രഹിക്കുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ഇവിടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, അസംഗാനന്ദ സ്വാമികൾ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ വി ഹർഷകുമാർ, ഇത് ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യനായ ശ്രീ മുല്ലക്കര രത്നാകരൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ശ്രീ അയിലം ഉണ്ണികൃഷ്ണൻ, ശ്രീ ചിറക്കര സലിംകുമാർ, ശ്രീ കോട്ടയം പ്രസന്നകുമാർ, ശ്രീ തെക്കുംഭാഗം വിശ്വംഭരൻ, ശ്രീ ആര്യാട് വല്ലഭദാസ്, ശ്രീമതി കായംകുളം വിമല, എൻ്റെ മുന്നിലുള്ള കഥാപ്രസംഗ ശ്രേഷ്ഠരായ ശ്രീ കായിക്കര ബിപിൻ ചന്ദ്രപാൽ, ശ്രീ കിളിമാനൂർ സലീംകുമാർ, ശ്രീ വെള്ളറട ലാൽ, ശ്രീമതി കൊല്ലം ലൂസി സ്റ്റീഫൻ, ശ്രീ മാരായമുട്ടം ജോണി, ശ്രീമതി പട്ടംതുരുത്ത് വിലാസിനി, ശ്രീ കൊല്ലം കാർത്തിക്, ശ്രീമതി അനിത ചന്ദ്രൻ, ശ്രീ ആലപ്പി വിജയൻ, കാഥികനല്ല എങ്കിലും കഥാപ്രസംഗം പോലെ പാടുകയും പറയുകയും ഒക്കെ ചെയ്ത് നമ്മെ രസിപ്പിക്കുന്ന ശ്രീ ആലപ്പി വിജയൻ, ശ്രീ നോവൽ രാജ്, ശ്രീ ആര്യനാട് സ്റ്റീഫൻ, ശ്രീ KPSC ലീലാകൃഷ്ണൻ, കല്ലട VV ജോസ് അവറുകൾ, കഥാപ്രസംഗ പരിപോത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ആ വിധത്തിൽ ഒരു പുതിയ പ്രചോദനം ഉൾക്കൊള്ളുന്ന കാലത്താണ് കൃത്യമായി കഥാപ്രസംഗ കല ജനിക്കുന്നത്. കഥാപ്രസംഗ കലയുടെ ചരിത്രം ഞാനൊരു കഥാപ്രസംഗമായി കഴിഞ്ഞ 2 വർഷമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യദേവന്റെ കലാനിധി. അവിടെ സൂചിതമാ ശീർഷകത്തിൽ സൂചിതം കഥാപ്രസംഗ ചരിത്രം തന്നെ. സത്യദേവന്റെ കലാനിധി കഥാപ്രസംഗം എന്ന കല. അതിൽ ഉൾച്ചേർത്തിരിക്കുന്ന വിവരങ്ങൾ കുറേയൊക്കെ വായിച്ചെടുത്തതുണ്ട്, വായിക്കാതെ ചോദിച്ചറിഞ്ഞതുണ്ട്. അതിന് പ്രധാനമായിട്ട് സത്യദേവന്റെ മകൻ ശ്രീ സുദർശനൻ സത്യദേവൻ അവർകളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയും
ആ കാലത്ത് ഞാൻ കാണുന്ന സമയത്ത് സത്യദേവന്റെ സഹധർമ്മിണി ശ്രീമതി ഭാരതിയമ്മ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു. ശ്രീമതി ഭാരതിയമ്മയുടെ പക്കൽ നിന്നും ശ്രീ സുദർശനൻ സത്യദേവന്റെ അറിവിൽ നിന്നും ഓർമ്മയിൽ നിന്നും ഒക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും അത് ഒരു കഥാപ്രസംഗമായി ചെയ്താൽ കൊള്ളാമെന്നും എനിക്കൊരു മോഹമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ തിരുവനന്തപുരത്തെ കൃഷ്ണപിള്ള സ്മാരകത്തിൽ ഒരിക്കൽ ഒരു കഥാപ്രസംഗ പ്രഭാഷണത്തിന് വന്നപ്പോൾ സത്യദേവന്റെ ജീവചരിത്രം ഞാനവിടെ പറയുകയുണ്ടായി. അത് കേട്ട ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മ എന്നോട് പറഞ്ഞു, ഇത് കേട്ടിട്ട് ഒരു കഥാപ്രസംഗം പോലെ തോന്നി. അതങ്ങനെയാണ്, ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും കഥ പോലെ തന്നെ ഇരിക്കും. കഥകൾ വളരെ പഥ്യമാണ്. കഥകൾ മുതിർന്നവർ ചെറിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന സംഗതിയാണെന്ന് ബഹുമാനപ്പെട്ട ഉദ്ഘാടകനൂടെ പറഞ്ഞു. ആരോടും പറയാവുന്ന ഒരു വിഷയമാണ് കഥ, ആദിമധ്യാന്തമുള്ള കഥ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, അടുത്ത വർഷം ഇതേ ദിവസം വന്ന് ഈ കഥ പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷേ അടുത്ത വർഷം കൊറോണയായിരുന്നു. പിന്നെ തുടർന്ന് ഞാനത് കഥാപ്രസംഗമായി അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ ഈ പറഞ്ഞതുപോലെ വിരസമായ ഒരു ചരിത്രമാകാൻ പാടില്ലല്ലോ കഥാപ്രസംഗം. കഥാകഥനത്തിന് അതിൻ്റെതായ സൗന്ദര്യവൽക്കരണം വേണം. ആ നിലയ്ക്ക് ചില ഫിക്ഷണൽ ആസ്പെക്ട്സ് കൂടി പരിഗണിച്ച് അതിൻ്റെ ചില കാലക്രമങ്ങളിൽ വേണ്ടുന്നിടത്തൊക്കെ ചില എഡിറ്റിംഗ് കുമാരനാശാൻ പല്ലനയാറ്റിലെ ഓട്ടപ്പാടത്ത് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പിന്നെ പണ്ഡിറ്റ് കറുപ്പനായിരുന്നു ബാക്കി ഗാനങ്ങളൊക്കെ എഴുതി ആ കഥാപ്രസംഗം 1924 മെയ് മാസത്തിൽ തന്നെ നമ്മുടെ നോർത്ത് പരവൂരിലുള്ള കെടാമംഗലത്ത് എന്ന സ്ഥലത്തുള്ള ഒരു പള്ളിക്കൂടത്തിൽ വെച്ച് അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞു. കാതികന്മാർ സാമ്പസാറും കെടാമംഗലവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ത്യാഗം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവരെ ജീവിതം മുഴുവൻ, ഞാൻ എന്തുകൊണ്ടാണ് നാടക ട്രൂപ്പ് നിർത്തിയെന്ന് ചോദിച്ചാൽ, എല്ലാവരും എന്നെ ഒരു നാടകക്കാരനായിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി അത് പാടില്ല. 41 പ്രൊഫഷണൽ നാടകങ്ങളാണ് ഞാൻ ഇറക്കിയത്. പക്ഷെ ഞാൻ സച്ചിദാനന്ദ സ്വാമിക്കും അതുപോലെ സെക്രട്ടറിയായ ശുഭാനന്ദ സ്വാമിക്കും മറ്റെല്ലാ സംഘാടകർക്കും ഇന്നിവിടെ വന്നു ചേർന്ന കാതികന്മാർക്കും ഇപ്പോൾ ഈ പ്രസംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, തുടക്കം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാരായണ ഭക്തർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, നന്ദി, നമസ്കാരം. ഒന്നായി പണിയെടുത്തുണ്ണണം നാം എല്ലാവർക്കും ഓമനകൾ. ഈ മണ്ണും നമ്മുടെ ആകഭൂമി, ഒന്നായി പണിയെടുത്തുണ്ണണം നാം എല്ലാവർക്കും ഓമനകൾ. ആദ്യം ശ്രമിച്ചത് അരുവിപ്പുറം, പിന്നതു കേട്ടു ശിവഗിരിയിൽ, ഇപ്പോൾ മുഖരിതം ലോകമാകെ. ആ പദ്യം എഴുതിയതൊരു സന്യാസിയാണ്. അപ്പോൾ സന്യാസി എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനിച്ചിട്ടുള്ള അവതാരത്തിട്ടുള്ള അവരെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഒരു സമിതി അല്ലെങ്കിൽ ഇങ്ങനൊരു യോഗം ഇവിടെ സംഘടിപ്പിക്കുവാനുള്ള സന്മനസ്സത് തോന്നിയ സച്ചിദാനന്ദ സ്വാമികളും അദ്ദേഹത്തോടൊപ്പം അസംഗാന സ്വാമികൾ, ശുഭാകാനന്ദ സ്വാമികൾ, ഇവിടുത്തെ സർവ്വ സ്വാമികളെയും ഞാൻ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അശോകുമാർ സാറ് കാതികന്മാരുടെ മേഖലയിലെ സീനിയറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാം അറിയാം. അടുത്തതായി കാതികനും മുൻ മന്ത്രിയുമായ നമ്മുടെ മുല്ലക്കര രത്നാകരൻ സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. സാർ പിടി കഥാപ്രസംഗത്തെ കലയാക്കി മാറ്റിയ സുപ്രസിദ്ധ കാതികനായിരുന്ന സാംബശിവൻ, അദ്ദേഹത്തിന്റെ ഓമനപുത്രൻ പ്രൊഫസർ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളു.
ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ആയ ശ്രീ ചിറക്കര സലിംകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അടുത്തതായി കാഠിയൻ കോട്ടയം പ്രസന്നകുമാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാഠിയനും ഗുരുധർമ്മ പ്രഥമ സഭയുടെ പ്രധാന പ്രവർത്തകരിൽ ഒരാളുമായ ശ്രീ തെക്കുംഭാഗം വിശംബരൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഗുരുധർമ്മ പ്രഥമ സഭയുടെ പ്രധാന പ്രവർത്തകയുമായ ശ്രീമതി കായംകുളം വിമല അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് കാഠികൻ ശ്രീ ആര്യനാട് വല്ലഭദാസ് അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ശ്രീമതി ലൂസി സ്റ്റീഫൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാഥിക. കാഥിക പട്ടംതുരുത്ത് വിലാസിനി അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചു. അടുത്തത് കാഥികൻ ശ്രീ കിളിമാനൂർ സലിംകുമാർ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ദയവായി സ്റ്റേജിൽ തന്നെ നിലകൊള്ളണം. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുവാൻ മഠം ആഗ്രഹിക്കുന്നു. അടുത്തത് കൊല്ലം കാർത്തിക് കാഥികൻ കൊല്ലം കാർത്തിക്കിനെ ക്ഷണിച്ചു. അടുത്തത് ബിപിൻ ചന്ദ്രപാൽ കാഥികൻ ബിപിൻ ചന്ദ്രപാലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. അടുത്തത് കാഥികൻ അഡ്വക്കേറ്റ് വി ജോസ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. കാഥികൻ എസ് നോവൽ രാജ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പരിപോഷകൻ ശ്രീ മുത്താന സുധാകരൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ലാൽ അവരെ ക്ഷണിച്ചു.
അടുത്തത് കാഥിക എൻ വസന്തകുമാരി അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ജോണി അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. രാജീവ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഹരിദാസ് ചേർത്തലെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഉഷ ബാലചന്ദ്രൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. അടുത്തത് കാഥികൻ മുതുകുളം സോമനാഥൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കോട്ടയം ബാബുരാജിനെ സ്നേഹപൂർവ്വം കാഥികൻ പുളിമാത്ത് ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചു. കാഥികൻ ചവറ തുളസി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പൊന്നൻ അവരെ സ്നേഹപൂർവ്വം. കാഥികൻ കാര്യേറ്റ് ജയകുമാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്ര മരീചികേ